എൻഡിഎയുടെ എറണാകുളം ഇലക്ഷൻ പ്രചരണത്തിനിടയിൽ കേരള സർക്കാരിനെയും പിണറായി വിജയനെയും വിമർശിച്ച് ബിജെപി നേതാക്കൾ. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസം 26-ാം തീയതി രാവിലെ ആരംഭിക്കാം. വിലയേറിയ സമ്മതിദാനാവകാശം താമര അടയാളത്തിൽ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് ശ്രീമാൻ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണനെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കാനുള്ള ഒരു പൊതു യോഗം കൂടിയാണ്. സാധാരണഗതിയിൽ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ആരായിരിക്കും ഈ പ്രാവശ്യം രാജ്യം ഭരിക്കുന്നതെന്ന് നാട്ടില് ചായക്കടയിലും മറ്റു തലങ്ങളിലൊക്കെ ചർച്ചയുണ്ട്. ഈ പ്രാവശ്യം ജനങ്ങൾ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ NDA സഖ്യത്തിന് എത്ര സീറ്റ് കിട്ടുമെന്നാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും തുടരുമെന്നുള്ള കാര്യത്തില് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരു സംശയമില്ല. ആകപ്പാട് അല്പം സംശയമുള്ളത് പിണറായി വിജയനും കൂട്ടർക്കുമാണ്. ഇപ്പോ പാർട്ടിക്ക് പാർലമെന്റില് 303 സീറ്റുണ്ട്. ആ സീറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്ക് തനിച്ച് 370 സീറ്റ് ആക്കണമെന്നാണ് കഴിഞ്ഞ പാർലമെന്റിന്റെ അവസാന സെഷൻ പ്രസംഗത്തില് നരേന്ദ്രമോദി പറഞ്ഞത്. അദ്ദേഹം 370 എന്ന് പറഞ്ഞത് വളരെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു 370 പിറ്റേ ദിവസം അതിന്റെ കൂടുതലായിട്ട് അദ്ദേഹം പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ 5 വർഷം മുമ്പ് അധികാരത്തിലേറുന്നതിന് പ്രകടന പത്രിക തയ്യാറാക്കി. പ്രകടന പത്രികയ്ക്കകത്ത് നമ്മള് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, BJPക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാശ്മീരിന് കൊടുത്തിരിക്കുന്ന പ്രത്യേക പദവി ആർട്ടിക്കിൾ 370 370-ാം വകുപ്പ് എടുത്തു മാറ്റും. 370 വകുപ്പ് എടുത്ത് മാറ്റി കാശ്മീരിലേക്ക് കേരളത്തിൽ നിന്ന് വരെ ജനങ്ങള് കുടുംബസമേതം പോയി അവിടുത്തെ തടാകത്തില് വഞ്ചിക്കകത്തിരുന്ന് തുഴഞ്ഞ് തിരിച്ച് ഇപ്പൊ വീട്ടിൽ വരാണ്. വർഷങ്ങൾക്ക് മുമ്പ് രാജേഷ് ഖന്നയും ഷർമിള ടാഗോറും കാശ്മീരില് സിനിമയില് പാട്ട് പാടിയതാണ് ഇപ്പോഴും ടിവിക്കകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പുതിയ ഹിന്ദി സിനിമയ്ക്കകത്ത് കാശ്മീരിന്റെ പശ്ചാത്തലത്തിലെ ഒത്തിരി സിനിമകള് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയില് 370-ാം വകുപ്പ് എടുത്തു മാറ്റുന്നതിന് മുമ്പ് എനിക്കോ നിങ്ങൾക്കോ പോയി കാശ്മീരില് 1 സെന്റ് ഭൂമി വാങ്ങാൻ സാധിക്കില്ല. അവിടെ പഞ്ചസാരയ്ക്ക് വില 16 രൂപയായിരുന്നെങ്കിൽ ഇവിടെ 32 രൂപയായിരുന്നു. സബ്സിഡിയേറ്റ് റൈറ്റ്. അവിടുന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിയമമില്ല. ഇവിടുന്ന് ഒരാളെ വിവാഹം കഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ നിയമമുണ്ട്. അങ്ങനെ രാജ്യത്ത് അതുവരെയും ശാംബാബു പറഞ്ഞത് ഈ രാജ്യത്ത് ഒറ്റ പ്രധാനമന്ത്രി മതി, ഈ രാജ്യത്തിന് ഒറ്റ നിയമം മതി, ഈ രാജ്യത്തിന് ഒറ്റ ദേശീയ പതാക മതി. അതിനു വേണ്ടിയിട്ട് അക്ഷീണം പരിശ്രമിച്ച വീരമൃത്യു വരിച്ച ആളാണ് ശ്യാമപ്രസാദ് മുഖർജി. അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഭാരതീയ ജനതാ പാർട്ടിക്ക് പാർലമെന്റില് 370 സീറ്റ് വേണമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അതോടൊപ്പം അദ്ദേഹം ഒരു വാക്ക് കൂടി ചേർത്തു. ഓരോ ബൂത്തിലും ഭാരതീയ ജനതാ പാർട്ടി ചുരുങ്ങിയത് 370 വോട്ട് നമ്മള് ഓരോ ബൂത്തിലും NDA സഖ്യത്തിന് വാങ്ങിക്കൊടുക്കാനുള്ള പ്രവർത്തനം വരും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ നടത്തണമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ ജനങ്ങള് അത് ശിരസ വഹിക്കാൻ പോവുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ മാർച്ച് മാസം 1-ാം തീയതി ഈ നാട്ടില് ആർക്കെങ്കിലും ശമ്പളം കിട്ടിയോ? കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം കേരള ഗവൺമെന്റിന് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത ഗതികേടുണ്ടായ മാസമാണ് കഴിഞ്ഞ മാർച്ച് മാസം 1-ാം തീയതി. 1-ാം തീയതി ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ പറഞ്ഞത് സെർവർ തകരാറ് കാരണമാണ് ഞങ്ങള് പൈസ കൊടുക്കാത്തതെന്നാ പറഞ്ഞ.
2-ാം തീയതി പൈസ കൊടുത്തോ? 2-ാം തീയതി ഭാഗികമായിട്ട് സെർവറിന്റെ തകരാറ് പരിഹരിച്ചോ. കുറെ ആൾക്കാർക്ക് പൈസ കൊടുത്തു തൊഴിച്ചാലും പിന്നെ കൊടുത്തില്ല. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് മാർച്ച് മാസം 3-ാം തീയതി, 4-ാം തീയതി, 5-ാം തീയതി വരെ കിട്ടാത്ത ആൾക്കാരുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഗതികേട് സർക്കാർ ജീവനക്കാർക്ക് ഉണ്ടായത്. കേരളത്തില് സർക്കാർ ജീവനക്കാര് 5,20,000, പെൻഷൻ വാങ്ങുന്ന ആൾക്കാര് 5,30,000. ഇവർക്ക് കൂടി പെൻഷനും ശമ്പളവും വേണ്ടിയിട്ട് ഇപ്പൊ ഒരു മാസം വേണ്ടി വരുന്നത് 6,700 കോടി രൂപയാണ്. കേരള ഗവൺമെന്റിന്റെ അടുത്ത് ആകപ്പാടെയുള്ളത് 700 കോടി രൂപ. എങ്ങനെ കൊടുക്കും? ചരിത്രത്തിൽ ആദ്യമായിട്ട് സപ്ലൈകോയിൽ പോയിട്ട് അമ്മമാര്, പാവപ്പെട്ട അമ്മമാര് നിത്യോപക സാധനം കിട്ടാതെ അതിന്റെ മുമ്പിൽ നിന്ന് പ്രാഗി ഇറങ്ങി പോണ സാഹചര്യം കേരളത്തിലുണ്ട്. ഭാരത് റൈസ് ഇന്ത്യ ഗവൺമെന്റ്, NDA ഗവൺമെന്റ് ഈ നാട്ടിലെ പാവപ്പെട്ട ആൾക്കാർക്ക് 1-ാം തരം തുമ്പപ്പൂ പോലെ വിളങ്ങുന്ന തുമ്പപ്പൂ ചോറ് വിളമ്പി. അതേപോലത്തെ അരിയാണ് ഞങ്ങള് 29 രൂപയ്ക്ക് കൊടുത്തത്. ആവശ്യക്കാർക്ക് ഇഷ്ടം പോലെ ചില ആൾക്കാർ വന്ന് ഹെൽമെറ്റ് വെച്ച് വാങ്ങിക്കൊണ്ടുപോയി. നാട്ടുകാരെ അറിയാതിരിക്കാം, വിരോധമില്ല. അത് കഴിഞ്ഞപ്പോ ഇവിടെ ഒരു റൈസ് ഇറങ്ങി, കേരള റൈസ്. മാവേലി സ്റ്റോറിൽ ഇരുന്ന, സപ്ലൈകോയിൽ ഇരുന്ന അരി അവിടെ നിന്നെടുത്ത് 3 രൂപയും കൂടി കൂട്ടി 30 രൂപയ്ക്ക് മേല് വരുന്ന വിലയ്ക്ക് അത്യാവശ്യം 5-8 സ്ഥലത്ത് കൊണ്ടേ കൊടുത്തപ്പോ ഇപ്പൊ കുട്ടിച്ചാക്കൂല നിറയ്ക്കാനായിട്ട് പൈസയില്ല, അരിയില്ല. ഇതേപോലെ ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ത് വില കൊടുത്തും ഇവിടുന്ന് MP-മാരെ വിജയിപ്പിച്ച് അയക്കേണ്ട ബാധ്യത ഈ രാജ്യത്ത് NDA സഖ്യത്തിനുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന 3 മീറ്റിംഗിലും അദ്ദേഹം പറഞ്ഞത് ഈ പ്രാവശ്യം കേരളത്തിൽ നിന്ന് 2 പാർലമെന്റ് അംഗത്തിനെ ജയിപ്പിച്ചു കൊണ്ടുപോകും. അവരൊക്കെ അറബിക്കടല് നീന്തി വന്ന ആൾക്കാരാ. പറഞ്ഞത് ചെയ്യുവര്. അതായത് ഏറ്റവും ചുരുങ്ങിയത് 10 പാർലമെന്റ് MP-മാരെ കേരളത്തിൽ നിന്ന് അയക്കണമെന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് NDA സഖ്യം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ലോകരാജ്യങ്ങള് ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി നേപ്പാൾ സന്ദർശിച്ചു. നേപ്പാളിലെ പരമോന്നത ബഹുമതി ഭാരതരത്നം പോലെയുള്ള നേപ്പാളിന്റെ ബഹുമതി 17ാമത്തെ രാജ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്തു. ലോകരാഷ്ട്രം അംഗീകരിക്കാനായിട്ട്, രാജ്യങ്ങള് അംഗീകരിക്കാനായിട്ട് തയ്യാറായി വരുന്നു. ഭാരതത്തിന്റെ യശസ് രാജ്യമെമ്പാടും വർദ്ധിച്ചു. ഇവിടെ നിന്ന് ആൾക്കാര് യമനിൽ പോയി കുടുങ്ങി. 3500 പേര്. നമ്മുടെ ചാർട്ടേഡ് ഫ്ലൈറ്റ് യമനിലേക്ക് അയച്ചു. യമൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തില് കാലെന്ന് കൂടി ഒരു അർത്ഥമുണ്ട്. ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇന്ത്യ ഗവൺമെന്റ് അയച്ചു. യമനിൽ നിന്ന് ആളെ കൊണ്ടുവന്നു. ഇസ്രായേലിലെ യുദ്ധമുണ്ടായപ്പോൾ അങ്ങോട്ട് ചാർട്ടേഡ് ഫ്ലൈറ്റ് അയച്ചു, ആളെ കൊണ്ടുവന്നു. ഉക്രൈൻ റഷ്യ യുദ്ധം ചെയ്തപ്പോൾ ചാർട്ടേഡ് ഫ്ലൈറ്റ് അങ്ങോട്ട് അയച്ചു, ആളെ കൊണ്ടുവന്നു. ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പൈലറ്റും എയർ ഹോസ്റ്റസും മാത്രമായിട്ട് ഓടിച്ചു പോയി. തിരിച്ചു വരുമ്പോൾ ടിക്കറ്റ് ഇല്ലാതെ ആളെ കൊണ്ടുവന്ന ഇന്ത്യ ഗവൺമെന്റ് ലോകത്തില് എവിടെ പോയിരിക്കുന്ന ഓരോ പൗരനും എന്നെ ഇന്ത്യ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് സംരക്ഷിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം നേടിക്കൊടുക്കാനായിട്ട് NDA സഖ്യത്തിന് രാജ്യമെമ്പാടും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള കാര്യം. നിഷേധിക്കാൻ പറ്റുമോ? പ്രതിപക്ഷം നമ്മുടെ നാട്ടിലില്ല. പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി ആകുന്നു പറഞ്ഞ ആള് ഇപ്പൊ തിഹാർ ജയിലിരുന്ന് അഴി എണ്ണാണ് കേജ്രിവാള്. അണ്ണാ ഹസേനയുടെ തോളൊപ്പം നിന്നിട്ട് ഞങ്ങള് അഴിമതി തുടച്ചു മാറ്റും, മദ്യം നിരോധിക്കും, അഴിമതിക്കാരെ ചൂലുകൊണ്ട് അടിച്ചോടിക്കുമെന്ന് പറഞ്ഞ ആള് അണ്ണാ ഹസാന ഇന്നലെ പറഞ്ഞു മദ്യനയത്തിനകത്ത് 800 കോടി രൂപ അഴിമതി നടത്തി
തിഹാർ ജയിലിന്റെ അകത്ത് കിടക്കുന്ന കെജ്രിവാളിനെ ചോദിച്ചോ, അണ്ണാ ഹസാരെ പറഞ്ഞു, നിങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇനി ഒരു സഖ്യവുമില്ല. ആരാകും പ്രധാനമന്ത്രി? ഒരാളിവിടെ സ്വപ്നം കാണാണ് ഭാവിയിലെ പ്രധാനമന്ത്രി പിണറായി വിജയൻ. ഇടയ്ക്കിടയ്ക്ക് സ്വപ്നമുണ്ട്. ഇപ്പൊ ഈ അടുത്ത ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിയെടുക്കണം. കാരണം എന്താ? EDയുടെ ഒരു അന്വേഷണം വരാൻ പോണു എന്ന് പറഞ്ഞൊരു ഭയപ്പാട്. മെലിക്കാവുന്ന രാത്രി പിണറായി വിജയനും എല്ലാവരും കൂടി ഇരുന്ന് വീട്ടില് TV നിങ്ങൾ ആവശ്യപ്പെട്ട തെളിവുകളാണ്. അതൊക്കെ കാണുമ്പോഴാണ് ഓരോ പാട്ടുകളൊക്കെ വരുമ്പോ ആകപ്പാടെ അസ്വസ്ഥനാണ്. പണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാര് നാടകത്തിന് വേണ്ടി പിന്നീട് മൂലധനം സിനിമയ്ക്കകത്ത് വന്ന പാട്ടൊക്കെ ഇപ്പൊ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു, എന്റെ കയ്യിൽ പൂട്ടുപാലൊരു വിലങ്ങ് തീർത്തു എന്നുള്ള പാട്ട് കേൾക്കുമ്പോ ED വീടിന്റെ പടിക്ക് വന്ന് നിൽക്കാണ്. മാസപ്പടി വിവാദം, കമ്പനീസ് രജിസ്റ്റർ ആക്ട് പ്രകാരമുള്ള അഴിമതി ആരോപണം ഇൻകം ടാക്സ് കമ്മീഷണറെ അന്വേഷിക്കാൻ പറഞ്ഞു. ED പ്രാഥമിക അന്വേഷണം നടത്തി, FIR ഇട്ടു. ഇനി അത്യാവശ്യം എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടതെന്നുള്ള ആ ഒറ്റ ഭയപ്പാടിനകത്ത് നിൽക്കാണ്. ഇന്ന് വരെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു ED. ഒരക്ഷരം വേണ്ടിട്ടോ പിണറായി വിജയൻ വിട്ടിട്ടില്ല. ചന്ദ്രശേഖർ റാവുവിന്റെ മകള് കവിതയെ അറസ്റ്റ് ചെയ്തു. അഴിമതി വിലവും വിട്ടിട്ടുണ്ടോ? വിട്ടിട്ടില്ല. കാരണം നാളെ നമുക്ക് അറസ്റ്റ് വരുമെന്നൊരു ഭയമുള്ളത് കൊണ്ട് EDക്കെതിരെ പറയാനായിട്ട് ഗോവിന്ദൻ ഭാഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തെരഞ്ഞെടുപ്പ് NDA സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന്റെ വെന്നിക്കൊടി പാലിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് വൻപിച്ച വിജയമാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇനിയുള്ള ദിവസങ്ങളില് അക്ഷീണം മനവരത മനസ്സുയുഗം നിങ്ങളുടെ പ്രവർത്തനം കാഴ്ചവെക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം. കേരളം ഭരിക്കുന്നത് കള്ളന്മാരാണെന്നും അഴിമതിക്കാരാണെന്നും BJP പ്രവർത്തകർ ആരോപിച്ചു. ഇത്തവണയും നരേന്ദ്രമോദി തന്നെ ഇന്ത്യ ഭരിക്കുമെന്നും അതിന് കോൺഗ്രസിന് സ്വപ്നം കാണണ്ടെന്നും പറഞ്ഞു. നമ്മുടെ 303 സീറ്റിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കുന്നു. അന്ന് കോൺഗ്രസിന് 414 സീറ്റ് ഉണ്ടായിരുന്നു, അവർ 52 സീറ്റിലേക്ക് താണുപോയിരിക്കുന്നു. And Kerala voters should not fear. Oh, communists are there, Congress are there. They will never be defeated. Yes, Congress was in power for 30 years in Bengal. Communists were in power for 34 years in Bengal. But what are the number of MLAs there? 0. Congress 0, Communist 0. In Kerala also, in few years, Congress will be 0 and Communist will be 0. That is what is happening in Kerala. കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കും, ആ കോൺഗ്രസ്സുകാരുണ്ടല്ലോ അവർ ശക്തരാണ്, കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ അവർ ശക്തരാണ്, അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അവർ വിജയിക്കും